ഹായ് ഗൈസ്, അപ്പോൾ തേഴ്സ്ഡേ എടുത്ത രണ്ട് ട്രേഡുകളുടെ ഒരു റീക്യാപ്പാണ് ഈ വീഡിയോ. തേഴ്സ്ഡേ ഈ വീക്കിലെ എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേയ്സ് ആയിരുന്നു. അപ്പോൾ കാര്യം 5R ഏകദേശം 5Rൻ്റെ അടുത്ത് പ്രോഫിറ്റ്സ് കിട്ടി. രണ്ട് ട്രേഡ് നല്ല നൈസ് രണ്ട് ട്രേഡുകൾ കിട്ടി. അപ്പോൾ അതിൻ്റെ രണ്ട് റീക്യാപ്പ് ഇടാമെന്ന് വിചാരിച്ചു. അതാണ് ഈ ട്രേഡ്. അപ്പോൾ ഫസ്റ്റിലത്തെ കാണുന്നത് ഗോൾഡിലെ ഈ ട്രേഡാണ്. ഗോൾഡിൽ ഞാൻ ഇത് എൻ്റെ ടൈം ഫ്രെയിം UTC-4ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. UTC-4ലാണ്. അപ്പോൾ നിങ്ങൾ ചാർട്ട് നോക്കുമ്പോൾ എൻ്റെ ട്രേഡ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇടണം. ഓക്കെ, UTC-4 കാണാൻ പറ്റുമല്ലേ? ഇതാണ് UTC. ഫസ്റ്റ് ഇടുവാണെങ്കിൽ ഇത് ഗോൾഡിലാണ്. ഗോൾഡിൽ ഞാൻ ഒരു 8:30 ആയപ്പോൾ ചാർട്ടിൽ വന്നപ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റിയത് ഇവിടെ ഒരു SMT ഉണ്ട്. ഇപ്പോൾ സിൽവറായിട്ടൊരു SMT ഉണ്ട്. സിൽവറിൻ്റെ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് SMT എന്ന് പറയുന്നത്. അപ്പോൾ SMT ഫോം ചെയ്തിട്ടുണ്ട്. SMT മാത്രമല്ല, ഇവിടെ ഒരു 2 സ്റ്റേജ് PSP കൂടെ എന്ന് പറയും. ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ബ്ലാക്കാണ്, ഈ ഒരു ക്യാൻഡിൽ വൈറ്റാണ്. വൈറ്റ് എന്ന് പറയുന്നത് ബുള്ളിഷ് ക്യാൻഡിലും ബ്ലാക്ക് എന്ന് പറയുന്നത് എൻ്റെ പ്രിഫറൻസ് വെച്ച് ഞാൻ ഇട്ടത് ബ്ലാക്ക് ക്യാൻഡിലാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഗോൾഡിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നേരെ ഒരു സബ്കാൻ്റെ ഫ്ലോ ഇട്ടു. സബ്കാൻ്റെ ഫ്ലോ ഇവിടെ ഇട്ടിട്ട് ഇവിടെ ലോ ഇട്ടു. എന്നിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, മാർക്കറ്റ് അവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് ഈ മുകളിലൊരു SMT. ഇതൊരു GXT മോഡലൊരു സീക്വൻസ് ആണ്. GXT നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എൻ്റെ പെൻറ്ററാണ്, പുള്ളിയുടെ സീക്വൻസ് ആണിത്. അപ്പോൾ ഇത് ട്രേഡിങ്ങിൽ ഒരു മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഒപ്പം തന്നെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് മുകളിലൊരു SMT ഇട്ടു. അപ്പോൾ ഒരു റിവേഴ്സലിനൊരു സാധ്യതയുണ്ട്. ഇതിന് 50% അല്ലെങ്കിൽ ലോവറായിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു മോഡലാണ് ഞാൻ ഇവിടെ കണ്ടത്. അപ്പോൾ ഞാൻ ആ എൻട്രി ഇവിടെ എനിക്കപ്പോൾ SMT കൺഫേം ആയത് ഈ ചേഞ്ച് സ്റ്റേറ്റ് ഡെലിവറി കിട്ടിയപ്പോഴാണ്. ഇവിടെ ചേഞ്ച് സ്റ്റേറ്റ് ഡെലിവറി കിട്ടി. ഈ സീരീസ് ഓഫ് വൈറ്റ് ക്യാൻഡിലുകളെ ഈ ബ്ലാക്ക് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അതിൻ്റെ ട്രെൻഡ് ഷിഫ്റ്റ് ചെയ്തു. ലൈക്ക് ഞാനിപ്പോൾ ഡ്രോ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റ് എൻ്റെ ട്രെൻഡ് ഷിഫ്റ്റ് ചെയ്താണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ഇതാണിത് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി ഇവിടെ ഒരു സെല്ല് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ എൻ്റെ ടൈം ഫ്രെയിംസ് എന്ന് പറയുന്നത് ഞാൻ എൻട്രി ചെയ്യുന്ന ടൈം ഫ്രെയിംസ് 9:30 AM 10 AM ആണ്. അപ്പോൾ ഇത് 30 മിനിറ്റ്സിനും 30 മിനിറ്റ്സിന് ചാർട്ടാണ്. 30 മിനിറ്റ്സിൽ ആണ് ഞാൻ ഈ ഒരു ഫുൾ കൺഫറൻസ് കണ്ടത്. ഓക്കെ, എൻ്റെ എൻട്രി ടൈം ഫ്രെയിം ആയ ലോവർ ടൈം ഫ്രെയിം 3 മിനിറ്റിലോട്ട് വാങ്ങി. 3 മിനിറ്റിലാണ് ബാക്കിയുള്ള എൻ്റെ എൻട്രീസൊക്കെ. എൻ്റെ എൻട്രീസൊക്കെ 3 മിനിറ്റിലും 5 മിനിറ്റിലുമാണ്. 1 അവർ 4 അവർ ഡെയിലി ടൈം ഫ്രെയിമാണ് ഞാൻ എൻ്റെ ബയസ് കൺഫേം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ബയസ്. ഞാനപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആണത്. ഞാൻ പക്ഷേ മാർക്കറ്റ് ഓപ്പൺ തന്നെ ട്രേഡ് ചെയ്തില്ല. കാര്യം നമുക്ക് റിവേഴ്സൽ സീക്വൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. മാർക്കറ്റ് ഓക്കെ, ഞാനത് നിങ്ങൾക്ക് 3 മിനിറ്റിൽ നിങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചു തരാം. 3 മിനിറ്റിൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ മിനിറ്റ് ഓക്കെ $8:30 താഴോട്ട് പോയിട്ട് നമുക്ക് മുകളിൽ വേണ്ട ഒരു മാനിപ്പുലേഷൻ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, ഒരു തരത്തിലുള്ള മാനിപ്പുലേഷൻ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ FEG ഉണ്ട്. പ്രൈസ് ഇപ്പോൾ ലോവറാണ് പോകണമെങ്കിൽ FEGക്ക് മുകളിൽ പോകാൻ പാടും. അതാണ് നമ്മുടെ ക്രൈറ്റീരിയ. ഓക്കെ, അപ്പോൾ 9:30 ഓപ്പൺ നെക്സ്റ്റ് ക്യാൻഡിലാണ്. ഞങ്ങൾ പ്ലേ ഔട്ട് കാണിച്ചു തരാം. 9:30 ഓപ്പൺ ചെയ്തു. പക്ഷേ ഞാൻ എൻട്രീസ് ഒന്നും എടുത്തിട്ടില്ല. എൻ്റെ എൻട്രി ടൈം ആയിട്ടില്ല. കാര്യം 8:30 മാനിപ്പുലേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. 8:30 മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 9:30 മാനിപ്പുലേറ്റ് ചെയ്യും, എന്നിട്ട് 10 AM എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഡ്രൈവർ പെയറിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 9:30 റിവേഴ്സ് ചെയ്യുമെന്ന് എനിക്ക് 9:30 റിവേഴ്സ് തന്നാലാണ് എനിക്ക് 10 AM കണ്ടിന്യൂഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ 8:30 കൺസോൾട്ടേറ്റ് ചെയ്തു. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കൺസോൾട്ടേഷനാണ് അല്ലേ? ഇതൊരു കൺസോൾട്ടേഷനാണ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഇത്ര കൺസോൾട്ടേഷനാണത്. അപ്പോൾ ഈ കൺസോൾട്ടേഷനിൽ നിന്ന് ഒരു ബ്രേക്കൗട്ട് ആയിരുന്നു 9:30 ആയിരിക്കണം. 9:30 ബ്രേക്കൗട്ട് കിട്ടി. അപ്പോൾ 9:30 ഇവിടെ റിവേഴ്സ് ചെയ്താലാണ് നമുക്ക് ഇത് ട്രേഡായിട്ട് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 9:30 ക്യാനിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. 9 AM ക്യാനിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതുകൊണ്ട് പ്രൈസ് സ്റ്റോപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു എൻട്രി ക്രൈറ്റീരിയ കിട്ടിയിട്ടില്ല. ഒരു ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ
ട്രേഡിംഗ് എൻട്രി മോഡൽ എന്ന് പറയുന്നത് ചേഞ്ച് സ്റ്റേറ്റ് ഡെലിവറി ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് പ്രൈസ് ഏകദേശം 10 AM ആയപ്പോൾ ഡംപ് ചെയ്തു. ഇപ്പോൾ 9:30 ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ 8:30 കൺസോളിഡേറ്റ് ചെയ്തു, 9:30 മാനിപ്പുലേറ്റ് ചെയ്തു, 10 AM എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. 9:30 മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ഉണ്ടോ, എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ നമുക്ക് ഡെലിവറി റിവേഴ്സൽ തന്നു. അപ്പോൾ 10 AM എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു വേറൊരു ലിക്വിഡിറ്റി സ്വീപ്പോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വേറെ കൺഫ്ലുവൻസിൻ്റെ ആവശ്യമില്ല. 10 AM നമുക്ക് ആ 9:30 ഇട്ട റിവേഴ്സലിൻ്റെ കണ്ടിന്യൂഷൻ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിനുവേണ്ടി നോക്കിയാൽ, അപ്പോൾ ഫസ്റ്റ് ഇവിടുത്തെ ക്യാനിലൊന്നും ഞാൻ എൻട്രി എടുത്തില്ല. കാര്യം എൻ്റെ സ്റ്റോപ്പ് ലോസ് കുറച്ച് വലുതായി പോകും ഈ ഒരു റേഞ്ചിൽ. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഒരു കണ്ടിന്യൂഷൻ ഓർഡർ ബ്ലോക്കിൽ എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കണ്ടിന്യൂഷൻ ഓർഡർ ബ്ലോക്ക് ഇവിടെ ഇതൊരു ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്യുന്നുണ്ട് ഏകദേശം. എൻ്റെ ഒരു ഇത് ഹോൾഡ് ചെയ്യായി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഹോൾഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൈസ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഹോൾഡ് ചെയ്തു. ഇതായിരുന്നു ഞാൻ എൻട്രി കാണാൻ പറ്റും. ഇതായിരുന്നു ഞാൻ എൻട്രി. പൈസ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഹോൾഡ് ചെയ്തിട്ട് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഹോൾഡ് ചെയ്തെന്ന് വെച്ചാൽ അപ്പോൾ ഇത് പ്രൊട്ടക്റ്റഡ് ലോ ആയി. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തിട്ട് ഇതിന് താഴെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതൊരു പ്രൊട്ടക്റ്റഡ് ലോ ആയി. അപ്പോൾ നമുക്ക് അവിടെ എൻട്രി എടുക്കാം. ഞാൻ എൻട്രി അതായിരുന്നു സ്റ്റോപ്പ് ലോസ് ഞാൻ മുകളിലിട്ടു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ ടാർഗറ്റ് വെച്ചത് ഈ ക്യാൻഡിൽസിൻ്റെ 50% റേഞ്ചാണ്. ഇതാണ് നമ്മുടെ ഓപ്പൺ. അപ്പോൾ ഞാൻ ഇതിൻ്റെ 50% റേഞ്ചാണ് നമ്മൾ ടാർഗറ്റ് വെച്ചത്. ഓക്കെ, ഇതായിരുന്നു എൻ്റെ ടാർഗറ്റ്, ഇനീഷ്യൽ ടാർഗറ്റ്. ഞാൻ മുമ്പ് ക്ലോസ് ഔട്ട് ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ 1 hour ആണ് ഇവിടെ ഒരു 1% ആണ് റിസ്ക് ചെയ്തത്. അപ്പോൾ ട്രേഡ് പ്ലേ ഔട്ട് നോക്കാം. ഒരു 1 2 3 4 5 കുറേ ടൈമൊന്നും എടുത്തില്ല ട്രേഡ്. ഞാൻ ഇവിടെ എക്സിറ്റ് ആയി ഗൈസ്. ഓക്കെ, ഇവിടെ എക്സിറ്റ് ആയി. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും 4 hourൻ്റെ അടുത്ത് പൊസിഷൻ എൻട്രി എനിക്ക് 4 hourൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനീഷ്യലി 1% റിസ്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്കിവിടെ ഒരു 4% പ്രോഫിറ്റ് കിട്ടുന്നതാണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഈ ഒരു ക്യാൻഡിൽ, ഓക്കെ, ഞാൻ ഈ ഒരു ക്യാൻഡിലാന്ന് തോന്നുന്നു, ഈ ഒരു ക്യാൻഡിലിൽ ഞാൻ കുറച്ച് പാർഷ്യൽ എടുത്തായിരുന്നു. കാര്യം ഇവിടെ കുറച്ച് ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൺസർവ് ആയിട്ട് അതും ഒരു 2 hour 3 hour 2.5 2.2 ആ ഒരു റേഞ്ചിൽ ഞാൻ കുറച്ച് പൊസിഷൻസ് അവിടെ ക്ലോസ് ചെയ്തു. എൻ്റെ ഹാഫ് ഓഫ് ദ പൊസിഷൻ ക്ലോസ് ചെയ്തിട്ട് ട്രേഡ് ബ്രേക്ക് ഈവൻ ആക്കി. ഓക്കെ, സോറി, ഇത് ബ്രേക്ക് ഈവൻ ആക്കി വെച്ചു. അങ്ങനെ ഞാൻ ഈ ഗോൾഡിൽ ട്രേഡ് അങ്ങനെ കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് സൈഡിൽ കൊടുക്കാം എക്സിക്യൂഷൻ്റെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രേഡ് നാസ്ഡാക്കിലാണ്. ഇതെൻ്റെ എക്സ്നെഫിൻ്റെ ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് നാസ്ഡാക്കിലുള്ളൊരു ട്രേഡാണ്. ഈ ട്രേഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത് US30 നാസ്ഡാക്കായിട്ടാണ് ഞാനത് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ US30 നമുക്കൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. നാസ്ഡാക്കിലാവട്ടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. 2 സ്റ്റേജ് SMT എന്ന് പറയുന്ന കോൺസെപ്റ്റാണത്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അതൊരു റിവേഴ്സൽ പോയിൻ്റ് ആയിട്ട് ഞാൻ എടുത്തു. ഇതൊരു കൺഫ്ലുവൻസ് മാത്രമാണ്. ഇപ്പോൾ റിവേഴ്സ് ചെയ്യും, ഈ ഒരു പോയിന്റിൽ നിന്ന് റിവേഴ്സ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു കൺഫ്ലുവൻസ് മാത്രമാണ് ഈ സംഭവം പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളത് കഴിഞ്ഞിട്ട് ഏകദേശം ഫോർ ലോങ് ടൈം മാർക്കറ്റ് കുറച്ച് നേരം കൺസോൾട്ടേഷൻ ആയിരുന്നു ആ ഒരു റിവേഴ്സൽ കഴിഞ്ഞിട്ട്. റിവേഴ്സലല്ല, ഒരു പുൾ ബാക്ക് പോലെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നോക്കുമ്പോൾ ഇവിടെ ഒരു കൺസോൾട്ടേഷനാണ്. അതിവിടെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷനാണ്. കമ്പാരിറ്റീവ്ലി US30 ആണ് സ്ട്രോങ്ങർ US100-നേക്കാളും. അപ്പോൾ നമുക്ക് ട്രേഡ്സ് എടുക്കാൻ വേണ്ടി കുറച്ചും കൂടെ നല്ലത് US100 ആയിരുന്നു. US30 ആയിരുന്നു, പക്ഷേ ഞാൻ US100-ലാണ് എനിക്ക് എൻട്രി കിട്ടിയത്. ഞാൻ US100 തന്നെ കുറച്ചുകൂടെ വലിയൊരു ക്യാനിലൊക്കെ ഫോം ചെയ്ത് ഓൾറെഡി വലിയൊരു റേഞ്ച് ഫോം ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് വീക്കർ അസെറ്റായിരുന്നു. US100 ആണ് സ്ട്രോങ്ങർ അസെറ്റ്. ഓക്കെ, വീക്കർ അസെറ്റാണ് സെൽ ബൈസിലൊക്കെ വളരെ മൂവ്മെൻറ്റ് വരിക. സ്ട്രോങ്ങർ അസെറ്റാണ് ബുള്ളിഷ് ബൈസിലൊക്കെ നല്ല മൂവ്മെൻറ്റ് വരിക. ഓക്കെ, അത് കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു സംഭവമാണ്. അതാണ് ഞാനത് കുറച്ച് എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതൊരു അക്യുമുലേഷനാണ്. അപ്പോൾ 9:30 കൃത്യം 9:30ക്ക് എന്ത് ചെയ്തു മാർക്കറ്റ്? ഓക്കെ, നമുക്ക് 9:30 ക്യാനിൽ എന്ത് ചെയ്തു? ഇവിടെ 9 AM ക്യാനിൽ
ഈ കൺസോൾട്ടേഷൻ്റെ ഹൈനെ എടുത്തു. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഹൈ ഈ ലോ എടുക്കാണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഹൈ കൃത്യം എടുത്തു. ഇതാണ് എൻ്റെ 1 ഹവറിലുണ്ടായ ബയസ്. ആ 1 ഹവറിൽ ഇതാണ് ഞാൻ ഇത്ര സംഭവങ്ങൾ കണ്ടത്. ഓക്കെ, ഞാനത് നിങ്ങൾക്ക് റീപ്ലേ മോഡിൽ കാണിച്ചു തരാം. ഇവിടെയാണ് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഗോൾഡ് എൻട്രി കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇത് ഗോൾഡിൽ എൻട്രി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെയാണ് ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ഏരിയയിലായിരുന്നു ഗോൾഡ് എൻട്രി. അവിടെ ഇട്ടിട്ട് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കമ്പാരിറ്റീവ് 2 ചാർട്ടും ഗോൾഡിൻ്റെയും US100ൻ്റെയും ചാർട്ടും ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗോൾഡിൽ ആദ്യം എൻട്രി കിട്ടി, US100 കുറച്ചുകൂടി ലേറ്റായിട്ട് എൻട്രി കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് 1 ഹവറിൻ്റെ ബയസ്. ഇനി നമുക്ക് 30 മിനിറ്റോടും 3 മിനിറ്റോടൊക്കെ പോകാം. ഇതിപ്പോൾ 33 മിനിറ്റിൽ എൻ്റെ ചാർട്ടിൽ 9:30 എന്ന് പറഞ്ഞ ക്യാനലിൻ്റെ ഓപ്പൺ ഹൈ ക്ലോസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം, ജസ്റ്റ് വരച്ച് കാണിച്ചിടാം. ഒരു ക്യാനൽ എപ്പോൾ ഓപ്പൺ ആകുമ്പോൾ ആദ്യം അത് ഇതിൻ്റെ വിക്കഡ്, ഇത് ബെയറിഷ് ക്യാനലാണെങ്കിൽ ആദ്യം മുകളിലോട്ട് പോയിട്ട് അവിടെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് താഴോട്ട് വരും. എല്ലാ ക്യാൻഡിലും അതിൻ്റെ പവർ ഓഫ് 3 ഉണ്ട്. ഓക്കെ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഇത് അക്യുമുലേഷൻ, ഇത് ഡിസ്ട്രിബ്യൂഷൻ, ഇത് മാനിപ്പുലേഷൻ, ഇത് ഡിസ്ട്രിബ്യൂഷൻ. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 9:30 ക്യാനൽ ഓപ്പൺ, ഇതാണ് 9:30 ഓപ്പൺ ആണ് കാണുന്നത്. അതെന്ത് ചെയ്തു, ആദ്യം മുകളിലോട്ട് പോയിട്ട് താഴെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പവർ ഓഫ് 3 ആണ് കംപ്ലീറ്റ് ആയത്. എന്നിട്ട് 10 AM അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 8:30ക്ക് വലിയ റെഫറൻസ് ഇല്ല. 8:30 കുറച്ച് കൺസോൾട്ടേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനത് നോക്കിയില്ല അത്ര. 8:30 മാനിപ്പുലേറ്റ് ചെയ്തു. 9:30 റിവേഴ്സൽ ചെയ്തു. 10 AM എക്സ്പാൻഡ് ചെയ്തു. അതാണ് സംഭവിച്ചത്. 10 AM എക്സ്പാൻഷൻ എടുക്കാൻ പറ്റില്ല. ഞാൻ ഗോൾഡിൽ എൻട്രി എടുത്തുകൊണ്ടിരിക്കുന്ന ടൈം ആയിരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ മോഡലായിട്ട് ഈ ഒരു FEGന്ന് താഴോട്ട് ക്ലോസ് ചെയ്തു. ഇത് നമുക്ക് ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഈ കൺസോൾട്ടേഷൻ നമ്മൾ 1 ഹവറിൽ കണ്ട കൺസോൾട്ടേഷൻ്റെ ലോ ആണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ ആ ഒരു എൻട്രി കുറച്ച് ലേറ്റായി പോയി, എന്നാലും ഒരു 2 hour എടുക്കാൻ വേണ്ടി മാനേജ് ചെയ്തു. അപ്പോൾ ആ ട്രേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ക്യാൻഡിൽസ്, ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ എൻ്റെ ക്യാൻഡിൽസ് എവിടെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇതായിരുന്നു എൻ്റെ എൻട്രി. ഈ ഒരു ക്യാൻഡിലായിരുന്നു എൻട്രി. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിലായിരുന്നു എൻട്രി. ഓക്കെ, ഈ എൻട്രി കിട്ടിയില്ല, ഇവിടെ എൻട്രി കിട്ടിയില്ല, കുറച്ചും കൂടെ അത് മിസ്സായി പോയി. അതുകൊണ്ട് ഇവിടെ എൻട്രി എടുത്തത്. സ്റ്റോപ്പ് ലോസ് ഈ പ്രൊട്ടക്റ്റഡ് ഹൈയുടെ മുകളിലിട്ടു. ഈ ഫെയർ വാല്യൂ ക്യാപ്പിൽ നിന്ന് താഴോട്ട് കണ്ടിന്യൂ ചെയ്ത ഈ ഒരു ഹൈയുടെ മുകളിലാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ടത്. ഇവിടെ 1 hour തന്നെ റിസ്ക് ചെയ്തു. അങ്ങനെ ഒരു ഏകദേശം പ്ലേ ഔട്ട് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഈ ഒരു ലോഡ് അടുത്തെത്തി. അപ്പോൾ ഞാൻ കുറച്ച് റിസ്ക് മാനേജ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് പൊസിഷൻസ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഞാൻ ഇവിടെ ഈ ഒരു പൊസിഷനിൽ കുറച്ച് പൊസിഷൻസ് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് ബ്രേക്ക് ഈവനാക്കി. ഓക്കെ, ഇവിടെ ഞാൻ ബ്രേക്ക് ഈവനാക്കി എന്ന് പറയാൻ പറ്റും. ബ്രേക്ക് ഈവനാക്കി. അപ്പോൾ പ്രൈസ് താഴോട്ട് കൺസോൾട്ട്. എന്നിട്ട് എൻ്റെ എൻട്രി ഇവിടം വരെ ഞാൻ ടാർഗറ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഇവിടം വരെ ഞാൻ ടാർഗറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഏകദേശം അത് 3 ട്രയൽ ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഒരു ക്യാൻഡിലിൽ ഞാൻ കുറച്ച് പൊസിഷൻസ് ക്ലോസ് ചെയ്തു. ഈ ക്യാൻഡിൽ ലാസ്റ്റ് പൊസിഷൻ ക്ലോസ് ചെയ്തു. അങ്ങനെ മൊത്തം ക്ലോസ് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്ന് ഏകദേശം ഇവിടെ ഒരു എത്ര പറയാൻ പറ്റും 2 hour ആണ് കിട്ടേണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ക്ലോസ് ചെയ്തുകൊണ്ട് ഒരു 1.5 hourൻ്റെ അടുത്ത് ഈ 1.5% പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, RR സെയിം ആണ്, പക്ഷെ പെർസെൻറ്റേജ് വൈസ് കിട്ടുന്ന വാല്യൂ എമൗണ്ട് മാറി. മാത്തമാറ്റിക്കൽ എമൗണ്ട് കറക്റ്റാണ്, പക്ഷേ വാല്യൂ എമൗണ്ട് മാറി. അങ്ങനെ ടോട്ടൽ ഏകദേശം ഒരു 5 hourൻ്റെ അടുത്താണ് എനിക്ക് ഈ 2 ട്രേഡിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രേഡ് പ്ലേ ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിന് കുറച്ചും കൂടെ താഴെ കുറച്ചുകൂടെ ഫെയിലിയർ സിങ്സ് ഉണ്ടായി. എൻ്റെ വീക്കിലി ടാർഗറ്റ് ആയിരുന്നത്. അത് ഇന്ന് തന്നെ കംപ്ലീറ്റ് ആവുന്നതും ഒട്ടും പ്രതീക്ഷയില്ല. ഇത്രയും ഫെയിലിയർ സിങ്സ്, ഏകദേശം ഒരു ഫെയിലിയർ സിങ്സ് ഇവിടെ വരെ ഒരു ഫെയിലിയർ സിങ് ഉണ്ട്. ഇതൊരു പ്രൊട്ടക്റ്റഡ് ആണ്. ഇവിടെ വരെ ഒരു ഫെയിലിയർ സിങ് ആണ്. ഇതൊരു പ്രൊട്ടക്റ്റഡ് സിങ് ആണ്. കാര്യം ഈ ഒരു വിങ്ങിൽ അപ്പോൾ ലോങ് ടൈം ട്രെൻഡ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഇതെടുക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ലോ ഇട്ടിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പ്ലേ ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് എവിടം വരെ പോയി കാണിച്ചു തരാം.
ജസ്റ്റ് ഈ ലോയ്ക്ക് മാർക്കൗട്ട് ചെയ്യാം. ലോയ്ക്ക് എടുത്ത് സുഖമായിട്ട് പോയി. മറ്റും കണ്ടോ ഒരുപാട് പോയി. ബട്ട് ഞാൻ ഒന്നും റണ്ണിങ്ങിനുണ്ടായില്ല. ഞാൻ ക്ലോസ് ചെയ്തു. എൻ്റെ ടൈം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്തു. മാർക്കറ്റ് കുറച്ച് അവിടെ പോയിട്ട് ഈ ലോയും കൂടെ എടുത്തു. മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻ്റ് എന്നൊരു ദിവസമായിരുന്നു അത്. അതാണ് ഞാനത് റീക്യാപ്പ് ഇടാമെന്ന് വിചാരിച്ചത്. കാണാൻ പറ്റും എൻ്റെ ആ ലോവർ എടുത്തു. ആ ഒരു കൺസൾട്ടേഷൻ ഈ ഒരു ഫുൾ ലോ എടുത്തു. ഇതാണ് എൻ്റെ മാർക്കറ്റ് മേക്കർ മോഡൽ. ഓക്കെ, ഈ SMT ഫോം ചെയ്തിട്ട് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്തിട്ട് ഫസ്റ്റ് കൺസൾട്ടേഷൻ മാനിപ്പുലേഷൻ ആ എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയിലേക്ക് വന്നു. ഈ എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയിൽ വന്നു. ബട്ട് നമ്മളതിനകത്തൊരു സ്മോൾ ഫ്രാക്ഷൻ മാത്രമാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തോളൂ. അതാണിത്. ഓക്കെ ഗൈസ്, ഇത് രണ്ടുമാണ് ഞാനെടുത്ത 2 ട്രേഡുകൾ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം.